മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷിരീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൂട് ഏലം നട്ടിരുന്നു. ആ ഏലം ഇപ്പോൾ അത് പുതിയ ഇലകൾ വന്നു, അത് കിളിച്ചു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ വളമിടിയിലൊക്കെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണെന്ന്. ഏലം പൊതുവെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. സുഗന്ധവ്യഞ്ജന വിള കൂടിയായ ഏലം നമുക്കും വെച്ച് പിടിപ്പിക്കാം എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ തെക്കൻ കേരളത്തിലൊക്കെ അല്പം ശ്രദ്ധ വച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏലം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഏലത്തിൻ്റെ നടീൽ വസ്തു അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ചിനപ്പ് അഥവാ ഇതിൻ്റെ തൈകളാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും ഏലത്തിൻ്റെ ഏലയ്ക്ക മുളപ്പിച്ച് തൈ ഉണ്ടാക്കാം. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ളതും അതുപോലെ തന്നെ കിളിക്കാൻ പ്രയാസമുള്ളതുമാണ്. ഒരു 100 ഏലത്തിൻ്റെ വില ഇപ്പം നമുക്കറിയാം, ഭയങ്കര വിലയാണ്. 100 ഏലയ്ക്ക നമ്മൾ കിളിക്കാൻ വേണ്ടി വെച്ചാൽ ഒരു 10 എണ്ണ അല്ല 15 എണ്ണ കിളിച്ചു വരത്തുള്ളൂ. അപ്പം അതിനേക്കാട്ടിലുപരി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചിനപ്പ്, അതായത് ഇതേപോലെയുള്ള ഈ തൈകൾ വാങ്ങിച്ച് നടുന്നതാണ് നമുക്ക് സൗകര്യം. അപ്പം ഇത് വൃക്ഷങ്ങളുടെ തണലിലൊക്കെ ധാരാളമായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ച് പിടിപ്പിക്കാം. പരിചരണം വേണം, നല്ല പരിചരണം വേണം. പക്ഷേ പരിചരിച്ചാൽ നമുക്ക് നല്ല പ്രയോജനമാണ്, നല്ല ലാഭമുള്ള ഒരു കൃഷി രീതിയാണിത്. ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെച്ച് പിടിപ്പിച്ച് നല്ല ഈർപ്പം നിലനിർത്തത്തേക്ക് ഇതിൽ കരിയിലേക്ക് വാരിയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഇത് വിളവെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കരിയിലേക്കുണ്ട്. ഈ കരിയിലേക്ക് നമ്മളൊന്ന് മാറ്റുവാണ്. കരിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് വളമിട്ട് നമ്മൾ കൊടുക്കാനിരിക്കുന്നത്. കരിയില മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വളമിടാൻ പോവുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റെറാമിൽ എന്ന് പറയുന്ന ഒരു വളമാണ്. അപ്പോൾ ഇത്രയും സ്റ്റെറാമിലേ ഉള്ളൂ, കാരണം ഒരു തൈ മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ചെനപ്പ് പൊട്ടും. ആ പരുവത്തിൽ വീണ്ടും വളമിട്ട് കൊടുക്കണം. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം വളമിട്ട് കൊടുക്കുന്നതും ചുവട് ഇതേപോലെ ചപ്പുമൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അല്പം ദൂരെ ആണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്, കാരണം വേരുകൾ ദൂരോട്ട് പോകുമ്പോഴാണ് ഇത് ചെനപ്പ് പെട്ടുവിടുന്നത്. വളമിട്ട് കൊടുത്തതിന് ശേഷം ഈ കരിയില നമ്മളിങ്ങനെ നീക്കിയിടുക. കരിയിലെ മണ്ണും കൂടാണ് നീക്കിയിടുന്നത്, കാരണം മണ്ണൊരു ഘടകമാണ്. കരിയിലെയും മണ്ണും കൂടെ വളത്തിന് മുകളിലായിട്ട് നമ്മൾ ചേർത്തിട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ചപ്പുകൾ, അത് വാഴക്കച്ചി ആയാലും എന്തോ ഒരു ചപ്പായാലും അതില്ല, കാരണം ഈർപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഏലത്തിൻ്റെ ചുവട്ടിൽ എപ്പോഴും തണുപ്പ് കിടക്കണം. തണുപ്പില്ലെങ്കിൽ അത് നശിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ കീടരോഗാക്രമണം വളരെ കൂടുതൽ വരുന്ന ഒരു വിളയാണ് ഏലം എന്ന് പറഞ്ഞാൽ. വളരെ ആദായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അതേ രീതിയിൽ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു മൂടുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽക്കാർ കൂടെ നമുക്ക് ഇതിൻ്റെ ഏലയ്ക്ക കൊടുക്കാൻ കഴിയും. ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഈ സസ്യം വച്ചു പരിപാലിക്കുന്നത് നല്ലതാണ്. തന്നെയല്ല, ഒരു രസം കൂടിയാണ്, ഒരു കൗതുകം കൂടിയാണ്. നമ്മുടെ ഈ പ്രദേശത്തെങ്ങും ഏലമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരേലത്തൈ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കൗതുകകരമായ ഒരു കൃഷിരീതിയാവുകയും ചെയ്യും, നമുക്കൊരു ആദായ മാർഗവും. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ ഇഷ്ടമെങ്കിൽ പ്രിയമുള്ളവരെ,
നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.